നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ലോജിക്കൽ ബ്ലോക്ക് 2 ഫിസിക്കൽ ബ്ലോക്ക് ആയിട്ട് മാപ്പ് ചെയ്യായിരുന്നു അല്ലെ, LVM മിററിംഗ് എന്ന് പറയുമായിരുന്നു അല്ലെ. സോ അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് 2 റൈറ്റ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. ഹലോ, every write generated by an application translates into 2 writes on the disk. Thus an additional burden is placed on the host CPU. Okay, അതാണ് നമ്മുടെ ലിമിറ്റേഷൻ വരുന്നത് LVM ബേസ്ഡ് റിപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഹോസ്റ്റ് ബേസ്ഡ് റിപ്ലിക്കേഷനിലെ ലിമിറ്റേഷൻ ആണത്. ഓക്കെ, ദെൻ സ്റ്റോറേജ് അറേ ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷൻ ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. Okay, the array operating environment performs the local replication process. The host resources such as the CPU and memory are not used in the replication process. Consequently, the host is not burdened by the replication operation. Okay. The replica can be accessed by an alternative host for the other business operation. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാമാണ് വന്നിട്ടുള്ളത്. പ്രൊഡക്ഷൻ ഹോസ്റ്റ് അത് സോഴ്സിനെയാണ് ആക്സസ് ചെയ്യുന്നത്. ഈ സോഴ്സിൻ്റെ റിപ്ലിക്കയാണ് ഈ കാണുന്നത്. അതാണ് നമ്മുടെ അതർ ഓപ്പറേഷൻ BC ഹോസ്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് സ്റ്റോറേജ് അറേ ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷൻ നടക്കുക. ഓക്കെ, അത് നമ്മൾ 3 ആയിട്ട് കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ഫുൾ വോളിയം മിററിംഗ്, പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ ആൻഡ് പോയിന്റർ ബേസ്ഡ് വെർച്വൽ റിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറേജ് അറേ ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷനിൽ ഈ 3 എണ്ണമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും എത്തിയുണ്ടോ? പതിനേഴ് പേരേ ഉള്ളൂല്ലോ. ഓക്കെ, അപ്പോൾ ഇത് കൺസിഡർ ചെയ്യുക. സ്റ്റോറേജ് അറേ ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷൻ, ഈ ഡയഗ്രാം ഓർക്കുക. ഓക്കെ, സോ ഫുൾ വോളിയം മിററിംഗ് replication. Okay, അപ്പോൾ ഇവിടെ in full volume mirroring the target is attached to the source and established as a mirror of the source. Existing data on the source is copied to the target. New updates to the source are also updated on the target. After all, the data is copied and both the source and the target contain identical data. That target can be considered a mirror of the source. While the target is attached to the source and the synchronization is taking place, the target remains unavailable to any other source. However, the production host can access the source. After synchronization is complete, the target can be detached from the source and is made available for BC operation. ഓക്കെ, ഇൻ ഫുൾ വോളിയം മിററിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഡയഗ്രാം ഇത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ പ്രൊഡക്ഷൻ ഹോസ്റ്റ് സോഴ്സിനെ ആക്സസ് ചെയ്യുന്നു, റിപ്ലിക്കയാണ് എന്ത് ചെയ്യുന്നത് BC ഹോസ്റ്റ് ആക്സസ് ചെയ്യുന്നത് റിപ്ലിക്കേനെയാണ്, മിറർ ഇമേജ് ഓഫ് അവർ സോഴ്സ്. ഓക്കെ, അപ്പം ശരിക്കും ഈ ടാർഗറ്റ് എന്ന് പറയുന്നത് സോഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ സോഴ്സിലുള്ള കണ്ടന്റ് ഫുള്ള് ഈ ടാർഗറ്റിലേക്ക്, ഈ റിപ്ലിക്കയിലേക്ക് കോപ്പി ചെയ്യാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഇവിടെ ഒരു ഇങ്ങനെ ഡയറക്റ്റ് അറ്റാച്ച്മെന്റ് വന്ന് കോപ്പി ചെയ്യുന്ന സമയത്ത് ഈ BC ഹോസ്റ്റിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല റിപ്ലിക്കേനെ. കേൾക്കുന്നുണ്ടോ? ഹലോ. While the target is attached to the source and the synchronization is taking place, the target remains unavailable to any other host. Okay, അപ്പോൾ ആ ഒരു നമ്മൾ സോഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഡാറ്റ കോപ്പി ചെയ്യുന്ന സമയത്ത് ആർക്ക് വേറെ ഒരു ഹോസ്റ്റിനും ഈ ഒരു ടാർഗറ്റിനെ, ഈ ഒരു റിപ്ലിക്ക ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ സിങ്ക്രണൈസേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ ഒരു ടാർഗറ്റ്, ഈ ഒരു ഫുൾ ആയിട്ട് ഒരു മിറർ ഓഫ് സോഴ്സ് എന്നുള്ളൊരു രീതിയിൽ ടാർഗറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സോഴ്സിൽ നിന്ന് ഡിറ്റാച്ച് ആവുള്ളൂ. സോഴ്സിൽ നിന്ന് ഡിറ്റാച്ച് ആയതിനു ശേഷം മാത്രമേ വേറെ BC ഹോസ്റ്റിനൊക്കെ ഈ ഒരു റിപ്ലിക്ക ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഹലോ, കമന്റ് ചെയ്തേ. മനസ്സിലായില്ലേ? ഹലോ, നിങ്ങളവിടെ ഉണ്ടാ? ഓക്കെ,
അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്, ഡയഗ്രാം വൈസ് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു സോഴ്സ്. ഓക്കെ, പ്രൊഡക്ഷൻ ഹോസ്റ്റ് റീഡ് ഓർ റൈറ്റ് ഡാറ്റ ചെയ്യുന്നുണ്ട് സോഴ്സിലേക്ക്. ഓക്കെ, അപ്പൊ സോഴ്സിലുള്ള ആ ഡാറ്റാസ് ഫുള്ള് ടാർഗറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ടാർഗറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു സോഴ്സ് എന്നുള്ള ഈ ഒരു ടൈമിൽ അവർ ബി സി ഹോസ്റ്റ്, ഇനി അത് ബി സി ഹോസ്റ്റ് കനോട്ട് ആക്സസ് ദിസ് ടാർഗറ്റ്. ഓക്കെ, അപ്പം ഇവിടെ ആ ഒരു സിങ്ക്രണൈസേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബട്ട് എപ്പോഴാണെങ്കിലും പ്രൊഡക്ഷൻ ഹോസ്റ്റിന് ഈ സോഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം സെക്കൻഡ് ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്നത് സെക്കൻഡ് ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്നത് എന്താണ്, ഡിറ്റാച്ച് ചെയ്തു, ടാർഗറ്റ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ സോഴ്സ്. ഓക്കെ, ആ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വേറൊരു ബി സി ഹോസ്റ്റിനെ ടാർഗറ്റിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഡിറ്റാച്ച് ചെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ഈസ് എ മിറർ ഇമേജ് ഓഫ് സോഴ്സ്. ഓക്കെ, ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അപ്പൊ ഇതാണ് ഫുൾ വോളിയം മിററിംഗ്. നമ്മുടെ സ്റ്റോറേജ് അറേ ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷന്റെ ഫസ്റ്റ് വൺ ആണ് ഫുൾ വോളിയം മിററിംഗ് വന്നിട്ടുള്ളത്. ഓക്കെ, സ്റ്റോറേജ് അറേ ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷൻ, ഫുൾ വോളിയം മിററിംഗ്, പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ ആൻഡ് പോയിന്റർ ബേസ്ഡ് വെർച്വൽ റിപ്ലിക്കേഷൻ. അതിൽ ഫുൾ വോളിയം മിററിംഗ് ആണിത്. എന്തേ ചെയ്യുന്നുള്ളൂ, ടാർഗറ്റ് സോഴ്സ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് സിങ്ക്രണൈസേഷൻ നടക്കുകയാണ്, സോഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും ടാർഗറ്റിലേക്ക് കോപ്പി ചെയ്യുകയാണ്. ആ സമയത്ത് വേറെ അതർ ഹോസ്റ്റിനൊന്നും ടാർഗറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് പ്രൊഡക്ഷൻ ഹോസ്റ്റിന് സോഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലേ, എപ്പോൾ സിങ്ക്രണൈസേഷൻ കംപ്ലീറ്റ് ആവുന്നു, എപ്പോൾ ടാർഗറ്റ് ഒരു മിറർ ഓഫ് സോഴ്സ് ആവുന്നു, ആ സമയത്ത് ഡിറ്റാച്ച് ആവും. ആ സമയത്ത് ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ വേറൊരു ഹോസ്റ്റിനെ ഈ ഒരു ടാർഗറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ ഫോർ എനി അതർ ബി സി ഓപ്പറേഷൻ. ഓക്കെ, ഡയഗ്രാം വൈസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ. സെക്കൻഡ് വൺ ആണ് സ്റ്റോറേജ് അറേ ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷനിലെ സെക്കൻഡ് വൺ, പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ. ഓക്കെ, an alternative to full volume mirroring. ഓക്കെ, അപ്പം ഇവിടെ ഫുൾ വോളിയം മിററിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടാർഗറ്റ് സോഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ടാർഗറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെ, കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ സിങ്ക്രണൈസേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് വേറൊരു ഹോസ്റ്റിനെയും ഡാറ്റ ആക്സസിബിൾ അല്ല. ഓക്കെ, അത് മാറ്റുന്നതാണ് ഇവിടെ പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹലോ, ഓക്കെ, നമ്മുടെ ഫുൾ വോളിയം മിററിംഗ് എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ബി സി ഹോസ്റ്റിന് കുറച്ച് സമയം ടാർഗറ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ സിഗ്നൈസേഷൻ സമയത്തൊക്കെ ആണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും ടാർഗറ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലേ, അപ്പം ആ ഒരു കാര്യം ഇവിടെ പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷനിൽ ഓവർകം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ an alternative to full volume mirroring. Like full volume mirroring, this technology can provide full copies of the source data on the target. സോഴ്സിന്റെ ഒരു മിറർ തന്നെയാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ആൻഡ് unlike full volume mirroring, the target is made immediately available at the activation of the replication session. Okay, ഇവിടെ ടാർഗറ്റ് immediately available ആണ്. Okay, hence one need not wait for data synchronization to and detachment of the target in order to access it. Okay, ചിലപ്പോൾ ചോദിക്കാം ഡിഫറൻസ് ഈ ഫുൾ വോളിയം പോയിന്റർ ബേസ്ഡ് വോളിയം ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് എഴുതേണ്ടത്. ഓക്കെ, ഈ രണ്ട് പോയിന്റ്. ഓക്കെ, target is immediately available at the activation of the replication session. No one need to wait for data synchronization to and detachment of the target in order to access it. Hello? Jasim, mic mute ചെയ്തേ.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ജാസിം? ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഫുൾ വോളിയം മിററിംഗ്, പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ. ഓക്കെ, റെസ്പോണ്ട് ചെയ്തേ. ഹലോ. ഓക്കെ, ഇനി അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കുകയാണ്. ഓക്കെ, ദ ടൈം ഓഫ് ആക്ടിവേഷൻ ഡിഫൈൻസ് ദ പിക് കോപ്പി. എന്തായിരുന്നു പിക് കോപ്പി? നമ്മൾ റിപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്, പോയിന്റ് ഇൻ ടൈം ആൻഡ് കണ്ടിന്യൂസ് റിപ്ലിക്ക. ഓക്കെ, point in time and continuous replica. Okay. Uses bitmap for the operation. Mapping from some domain to bits it is also called a bit array or bitmap index. Pointers are initialized to map the currently empty data blocks on the target to the corresponding original data blocks on the source. Okay. So bitmap use ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, പോയിന്റേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. Pointers are initialized to map the empty data blocks on the target to the corresponding original data blocks on the source. Okay. ഇവിടെ ഡയഗ്രത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രൊഡക്ഷൻ ഹോസ്റ്റ് റൈറ്റ്സ് ന്യൂ ഡാറ്റ ടു ദ സോഴ്സ്. ഓക്കെ, ഇവിടെ ആക്സസിബിൾ തന്നെയാണ് അല്ലേ? ബി സി ഹോസ്റ്റ് ആക്സസിബിൾ തന്നെയാണ്, ഡിറ്റാച്ച് ചെയ്തിട്ടില്ല. ഫുൾ വോളിയത്തിലായിരുന്നു ഇവിടെ ഒരു അറ്റാച്ച്ഡ് ഉണ്ടാകുന്ന സമയത്ത് ബി സി ഹോസ്റ്റിന് കണക്ട് ചെയ്യാൻ പറ്റാത്തത്, ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, സോ ഇവിടെ പ്രൊഡക്ഷൻ ഹോസ്റ്റ് റൈറ്റ്സ് ന്യൂ ഡാറ്റ ടു ദ സോഴ്സ്. Okay, second one, original data is copied from source to replica. Third, new data is updated on the source. Okay, അപ്പം നോക്കാം, ഈ ഡയഗ്രാം നോക്കാം. ന്യൂ ഡാറ്റ ഇങ്ങനെയും ഒറിജിനൽ ഡാറ്റ ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് റിപ്ലിക്കയിൽ ഒന്നുമില്ല. ഓക്കെ, റിപ്ലിക്കയിൽ ഒന്നും കാണിച്ചിട്ടില്ല. ഫസ്റ്റ് ഡയഗ്രത്തിൽ എന്താ, ഹോസ്റ്റ് റൈറ്റ് ചെയ്യുന്നു, ഹോസ്റ്റ് പ്രൊഡക്ഷൻ ഹോസ്റ്റ് സോഴ്സിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യുന്നു. സെക്കൻഡ് വണ് സോഴ്സിലുള്ള ഡാറ്റ ഈസ് കോപ്പീഡ് ടു റിപ്ലിക്ക. അപ്പോഴാണ് റിപ്ലിക്കയിൽ ഈ ഒരു ഒറിജിനൽ ഡാറ്റേൻ്റെ ഈ ഒരു സിമ്പിൾ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ തേർഡ് വന്നിട്ട് ന്യൂ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാണ്. ആ സമയത്ത് സോഴ്സിൻ്റെ സിമ്പിൾ മാറി, സോഴ്സിലകത്ത് കാണിച്ചേക്കുന്ന സിമ്പിൾ മാറി, ന്യൂ ഡാറ്റയാണ് പിന്നെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, ഈ ന്യൂ ഡാറ്റയും റിപ്ലിക്കയിൽ അപ്ഡേറ്റ് ചെയ്യും. കേൾക്കുന്നുണ്ടോ? ഹലോ. ന്യൂ ഡാറ്റയും കോപ്പി ചെയ്യും. ഓക്കെ, ബട്ട് നമുക്ക് എന്താ, ബി സി ഹോസ്റ്റിന് എപ്പോൾ വേണമെങ്കിലും ഈ റിപ്ലിക്കാന് ആക്സസ് ചെയ്യാം. ഓക്കെ ആണോ? ഹലോ, കമൻറ്റ് ചെയ്തേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ഇതുപോലെ ഡയഗ്രാം വെച്ച് ഇതുപോലെ തന്നെ ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും, പെട്ടെന്ന് മാർക്ക് വീഴും. ഓക്കെ, സിമ്പിൾ ഡയഗ്രാം ആണ് രണ്ടിൻ്റെയും, ഫുൾ വോളിയവും പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം. ഓക്കെ, ഇനി അടുത്തത് പോയിന്റർ ബേസ്ഡ് വിർച്വൽ റിപ്ലിക്കേഷൻ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, പോയിന്റർ ബേസ്ഡ് വിർച്വൽ റിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം നേരത്തെ രണ്ടെണ്ണത്തിലും റിപ്ലിക്ക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ഓർ റിപ്ലിക്ക എന്ന് പറയുന്നത് സോഴ്സിന്റെ ട്രൂ ഇമേജ് തന്നെയാണ്, സോഴ്സിന്റെ മിറർ ഇമേജ് തന്നെയാണ് അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആരും ഇല്ലേ? ഓക്കെ, സ്റ്റോറേജ് ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷനിൽ ഫുൾ വോളിയം മിററിംഗ്, പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം മിററിംഗ് കഴിഞ്ഞു.
ഫുൾ വോളിയം റെപ്ലിക്കേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി തേർഡ് വന്നിട്ട് പോയിന്റർ ബേസ്ഡ് വിർച്വൽ റെപ്ലിക്കേഷൻ. ഓക്കെ, here at the time of session activation, the target contains pointers to the location of data on the source. Okay, അപ്പോൾ ഇതുവരെ ഈ ഫുൾ വോളിയം മിററിങ്ങിലാണെങ്കിലും പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റെപ്ലിക്കേഷനിലാണെങ്കിലും ടാർഗറ്റിൽ ഡാറ്റ ഉണ്ട്, സോഴ്സിലുള്ള സെയിം ഡാറ്റ ടാർഗറ്റിൽ കോപ്പി ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് കണ്ടെയ്ൻസ് പോയിന്റേഴ്സ് ടു ദി ലൊക്കേഷൻ ഓഫ് ഡാറ്റ ഓൺ ദി സോഴ്സ്. ഓക്കെ, the target does not contain data at any time, hence the target is known as the virtual replica. Okay, ഡിഫറൻസ് ചോദിക്കാം. ഓക്കെ, അപ്പം എങ്ങനെ ഫുൾ വോളിയത്തിൽ നിന്നും ഫുൾ വോളിയം മിററിൽ നിന്നും പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റെപ്ലിക്കേഷനും ഈ പോയിന്റർ ബേസ്ഡ് വിർച്വൽ റെപ്ലിക്കേഷൻ ഡിഫർ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക, മനസ്സിലാക്കി പോവാം. ഓക്കെ, similar to pointer based full volume replication, a protection bitmap is created for all data on the source device and thus the target is immediately accessible. ഓക്കെ, പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയത്തിൽ ചെയ്യുന്ന പോലെ തന്നെ ബിറ്റ് മാപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടാർഗറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ടു എനി അതർ BC host. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സ് ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. റെസ്പോണ്ട് ചെയ്തുള്ളവരെ മനസ്സിലായോ? Okay. When a write is issued to the source for the first time after session activation, original data at that address is copied to a predefined area in the array. This area is generally termed the save location. The pointer in the target is updated to point to this data address in the save location. After this, the new write is updated on the source. ഓക്കെ, സോ ടാർഗറ്റിലേക്ക് എങ്ങനെ ആ ഒരു മെമ്മറി അഡ്രസ്സ് സേവ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. When a write is issued to the source for the first time after session activation, original data at that address is copied to a predefined area in the array and the pointer in the target is updated to point to this address in the save location. Okay. അപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് ഡയഗ്രാം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഹോസ്റ്റ് സോഴ്സിനെ ആക്സസ് ചെയ്യുന്നു, PC ഹോസ്റ്റ് വിർച്വൽ ഡിവൈസ് ടാർഗറ്റിനെ ആക്സസ് ചെയ്യുന്നു. ഇവിടെയും PC ഹോസ്റ്റിന് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ തന്നെയാണ് ടാർഗറ്റ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കാണിച്ചേക്കുന്നത് പ്രൊഡക്ഷൻ ഹോസ്റ്റ് റൈറ്റ്സ് ന്യൂ ഡാറ്റ ടു എ സോഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ സെഷൻ ആക്ടിവേഷൻ. ന്യൂ ഡാറ്റയാണ് റൈറ്റ് ചെയ്യുന്നത്, സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഡാറ്റ റൈറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു മെമ്മറി അഡ്രസ് ഇവിടെ സേവ് ചെയ്യുന്നുണ്ട് അല്ലേ, സേവ് ലൊക്കേഷൻ ഈ ഒരു ഏരിയയിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ഒറിജിനൽ ഡാറ്റ ദാറ്റ് അഡ്രസ് ഈസ് കോപ്പിഡ് ടു എ പ്രീ ഡിഫൈൻഡ് ഏരിയ ഇൻ ദ അറേ. ദിസ് ഏരിയ ഈസ് ജനറലി ടേംഡ് സേവ് ലൊക്കേഷൻ. ഓക്കെ, ദെൻ ദ പോയിന്റർ ഇൻ ദ ടാർഗറ്റ് അപ്ഡേറ്റഡ് ടു പോയിന്റർ ടു ദിസ് അഡ്രസ് ദാറ്റ് സേവ്ഡ് ഇൻ സേവ് ലൊക്കേഷൻ അല്ലേ. ഹലോ, ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാണിച്ചേക്കുന്നത് ഈ പ്രൊഡക്ഷൻ ഹോസ്റ്റ് ഒരു ന്യൂ ഡാറ്റ സോഴ്സിൽ റൈറ്റ് ചെയ്യുന്നത് മാത്രമാണ് കാണിച്ചേക്കുന്നത്. സെക്കൻഡ് വൺ ആയിട്ടാണ് നമ്മൾ കാണിച്ചേക്കുന്നത് ഈ സേവ് ലൊക്കേഷൻ. ദ ഒറിജിനൽ ഡാറ്റ ഫ്രം ദ സോഴ്സ് ഈസ് കോപ്പി ടു ദി സേവ് ലൊക്കേഷൻ ആൻഡ് ദ അസോസിയേറ്റഡ് പോയിന്റർ ഈസ് നൗ പോയിന്റിംഗ് ടു ദി സേവ് ലൊക്കേഷൻ. ഓക്കെ, ഡാറ്റ സേവ് ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യുന്നു and associated pointer is now pointing to the save location. Okay, then third step new data is updated on the source. Okay, okay ആണോ? ഹലോ, വിർച്വൽ ഡിവൈസ് അതായത് ടാർഗറ്റിൽ നമ്മുടെ പോയിന്റേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എപ്പോൾ
ഒരു ഹോസ്റ്റ് ന്യൂ ഡാറ്റ സോഴ്സിൽ റൈറ്റ് ചെയ്തിട്ടുണ്ടോ, പിന്നെ അതിൻ്റെ എന്താ കാണിച്ചേക്കുന്നത്, ആ ഡാറ്റ is copied to the save location and the associated pointer is now pointing to the save location. Save locationലാക്കാണ് പോയിന്റ് ചെയ്യുന്നത്, ആ ഡാറ്റ, ആ ഒരു ഡാറ്റനെ പോയിന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിനുശേഷം ന്യൂ ഡാറ്റ അപ്ഡേറ്റഡ് ഓൺ ദി സോഴ്സ്. ഓക്കെ ആണോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. once more. ഓക്കെ, നമ്മുടെ ഈ ഒരു പോയിന്റർ ബേസ്ഡ് വിർച്വൽ റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടാർഗറ്റിൽ പോയിന്റേഴ്സ് മാത്രമേ കാണുള്ളൂ, ഡാറ്റ കാണില്ല. ഓക്കെ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫുൾ വോളിയം മിററിംഗ് ആയിക്കോട്ടെ, പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, സോഴ്സിന്റെ ഒരു കോപ്പിയാണ്, ഒരു മിറർ ഇമേജ് ആണ്, ഒരു മിറർ കോപ്പിയാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ പോയിന്റർ ബേസ്ഡ് വിർച്വൽ റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടാർഗറ്റിൽ എന്തേ ഉള്ളൂ, പോയിന്റേഴ്സേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫുൾ വോളിയം മിററിംഗിന് നേരെ ഓപ്പോസിറ്റ് ആണ് പോയിന്റർ ബേസ്ഡ് വിർച്വൽ റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ വോളിയം മിററിംഗ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ്, നമുക്ക് ടാർഗറ്റിൽ ഡാറ്റ തന്നെയാണ്, സോഴ്സിന്റെ മിറർ ഇമേജ് തന്നെയാണ്, അതുപോലെ തന്നെ ടാർഗറ്റ് എപ്പോഴും ആക്സസിബിൾ അല്ല വേറൊരു ഹോസ്റ്റിന് എന്ന് പറയുമ്പോൾ അല്ലെ. പക്ഷെ പോയിന്റർ ബേസ്ഡ് വിർച്വൽ റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാ, ടാർഗറ്റിൽ പോയിന്റേഴ്സ് ആണ് വന്നിട്ടുള്ളത്, ആക്സസിബിൾ ആണ്, എപ്പോൾ വേണേലും ആക്സസിബിൾ ആണ് മറ്റുള്ള BC ഹോസ്റ്റിന്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം മിററിംഗ്, ഫുൾ വോളിയം റിപ്ലിക്കേഷന്റെ 1-2 പോയിന്റ്സ് ഇവിടെ സെയിം ആണ്. ഓക്കെ, ഒന്ന് പ്രൊട്ടക്ഷൻ ബിറ്റ് മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, രണ്ടാമത് ടാർഗറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി ആക്സസിബിൾ. ഓക്കെ, അപ്പം എങ്ങനെ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ നടക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് റൈറ്റ് എന്ന് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷൻ ഹോസ്റ്റ് നമ്മുടെ സോഴ്സിലേക്ക് എന്തെങ്കിലും ഒരു ന്യൂ ഡാറ്റ റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ അങ്ങനെ സേവ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഏരിയയിലേക്ക് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? നമ്മളൊരു റൈറ്റ് കൊടുത്തു, നമ്മുടെ ഹോസ്റ്റ് സോഴ്സിന് ഒരു റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുകയാണ്, അത് സോഴ്സിൽ റൈറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഡാറ്റ എങ്ങോട്ടേക്ക് പോയി, സേവ് ലൊക്കേഷൻ എന്നുള്ളൊരു ഒറിജിനൽ ഡാറ്റ അറ്റ് ദാറ്റ് അഡ്രസ് ഈസ് കോപ്പി ടു എ പ്രീ ഡിഫൈൻഡ് ഏരിയ ഇൻ ദി അറേ. ഓക്കെ, ആ പ്രീ ഡിഫൈൻഡ് ഏരിയനെയാണ് സേവ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സോഴ്സിൽ ഒരു റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ അങ്ങനെ സേവ് ലൊക്കേഷൻ എന്നുള്ള ഏരിയയിലേക്കാണ് റൈറ്റ് ചെയ്യുക. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ഡയഗ്രവും കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുള്ള അതാണ്. ഫസ്റ്റ് ഈ പ്രൊഡക്ഷൻ ഹോസ്റ്റ് സോഴ്സിലേക്ക് ഒരു ന്യൂ ഡാറ്റ റൈറ്റ് ചെയ്തു അല്ലെ. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് കാണിച്ചിട്ടുള്ളത് എന്താണോ, എന്ത് ഡാറ്റയാണോ റൈറ്റ് ചെയ്തത് അതങ്ങനെ നമ്മുടെ പ്രീ ഡിഫൈൻഡ് ഏരിയ in the storage array save locationലേക്ക് സ്റ്റോർ ചെയ്തു. The original data from the source is copied to the save location and the associated pointer is now pointing to the save location. ഇവിടെ പോയിന്റ് ചെയ്യേണ്ട ആ ഒരു കാര്യം ഇപ്പൊ സേവ് ലൊക്കേഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, കിട്ടിയാ? ഹലോ, സേവ് ലൊക്കേഷനിലല്ലേ ഇപ്പൊ ആ ഡാറ്റ ഉള്ളത്. ഓക്കെ, അപ്പൊ കറസ്പോണ്ടിങ് പോയിന്റർ ഇപ്പൊ സേവ് ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യുന്നു. ദെൻ തേർഡ് വണ്ണിൽ വീണ്ടും പ്രൊഡക്ഷൻ ഹോസ്റ്റ് വേറെ ഒരു ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട്, സോഴ്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് നടക്കുക. ഇവിടെ പോയിന്റർ ബേസ്ഡ് വിർച്വൽ റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ടാർഗറ്റിൽ മൊത്തം പോയിന്റേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ടാർഗറ്റ് ഈസ് ആക്സസിബിൾ ടു എനി അതർ BC ഹോസ്റ്റ് അറ്റ് എനി ടൈം. ഓക്കെ, അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കി പോവുക. അതുപോലെ തന്നെ ഇതിപ്പോ ശരിക്കും ലോക്കൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ലോക്കൽ റിപ്ലിക്കേഷൻ ടെക്നോളജി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, റിപ്ലിക്കേഷനിലെ ലോക്കൽ റിപ്ലിക്കേഷൻ ടെക്നോളജിയും ഉണ്ട്, റിമോട്ട് റിപ്ലിക്കേഷൻ ടെക്നോളജിയും ഉണ്ട്. അതിലെ ലോക്കൽ റിപ്ലിക്കേഷൻ ടെക്നോളജി വീണ്ടും ഫർദർ ഡിവൈഡഡ് ഇൻടു 2, ഹോസ്റ്റ് ബേസ്ഡ് റിപ്ലിക്കേഷൻ ആൻഡ് സ്റ്റോറേജ് അറേ ബേസ്ഡ് ലൊക്കേഷൻ റിപ്ലിക്കേഷൻ. ഓക്കെ, ഹോസ്റ്റ് ബേസ്ഡ് റിപ്ലിക്കേഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് LVM ബേസ്ഡ് റിപ്ലിക്കേഷൻ,
ആൻഡ് ഇൻ സ്റ്റോറേജ് അറേ ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷനിൽ 3 എണ്ണമാണുള്ളത്. ഫുൾ വോളിയം മിററിംഗ്, പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ, പോയിന്റർ ബേസ്ഡ് വെർച്വൽ റിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പം അതിൽ മൂന്നിലും ഈ ഒരു ഡയഗ്രാം തന്നെയാണ്, ഇതുപോലെ തന്നെയാണ് പോകുന്നത്. കാരണം പ്രൊഡക്ഷൻ ഹോസ്റ്റിന് സോഴ്സ് ആക്സസ് ചെയ്യാം, സോഴ്സ് ആണ് എല്ലാ ഡാറ്റയും വെച്ചിട്ടുള്ളത്. ദെൻ വി ഹാവ് റിപ്ലിക്ക, അത് സോഴ്സിന്റെ ഒരു മിറർ ഇമേജ് തന്നെ ആയിരിക്കാം. ഓക്കെ, അത് ഇതിലെ 3 എണ്ണത്തിൽ ഏതാന്നുള്ളതിനനുസരിച്ചിട്ട് അത് വ്യത്യാസം ഉണ്ടാവും. ആൻഡ് ദാറ്റ് റിപ്ലിക്ക ഈസ് ആക്സസിബിൾ ടു എനി അതർ BC host ഫോർ some other BC operations for doing. Okay, അപ്പം അതിൽ ഫുൾ വോളിയം മിററിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കണ്ടു, ഫുൾ വോളിയം മിററിംഗ് എന്ന് പറയുന്ന സമയത്ത് ടാർഗറ്റ് സോഴ്സ് ആണുള്ളത്. ടാർഗറ്റ് എന്ന് പറയുന്നത് സോഴ്സിന്റെ ഒരു മിറർ ഇമേജ് തന്നെയാണ്. ഓക്കെ, അപ്പൊ സോഴ്സ് നിന്ന് ടാർഗറ്റ് ഡാറ്റ കോപ്പി ചെയ്യുന്ന സമയത്ത്, സിൻക്രണൈസേഷൻ നടക്കുന്ന സമയത്ത് PC ഹോസ്റ്റിന് കനോട്ട് ആക്സസ് ദിസ് ടാർഗറ്റ്. ഓക്കെ, വൺസ് ഈ ഒരു സിൻക്രണൈസേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് ഡിറ്റാച്ച് ആവുള്ളൂ, സോഴ്സും ടാർഗറ്റും തമ്മിൽ ഡിറ്റാച്ച് ആവുള്ളൂ. അങ്ങനെ ഡിറ്റാച്ച് ചെയ്ത സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ BC ഹോസ്റ്റിന് ടാർഗറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഫുൾ വോളിയം മിററിംഗ്. ഓക്കെ, പക്ഷെ ഏത് സമയത്ത് വേണമെങ്കിലും പ്രൊഡക്ഷൻ ഹോസ്റ്റിന് സോഴ്സിനെ ആക്സസ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ന്യൂ ഡാറ്റ എഴുതാം. ഓക്കെ, ഇതൊക്കെയാണോ ഫുൾ വോളിയം മിററിംഗ്? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോറേജ് അറേ ബേസ്ഡ് ലോക്കൽ റിപ്ലിക്കേഷൻ്റെ നെക്സ്റ്റ് വന്നിട്ടുള്ളതാണ് പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഫുൾ വോളിയം റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെയും സോഴ്സിന്റെ ഒരു മിറർ ഇമേജ് തന്നെയാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ഫുൾ വോളിയം റിപ്ലിക്കേഷനും പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ഈസ് എനി ആക്സസിബിൾ ടു എനി അതർ BC ഹോസ്റ്റ് എന്നാണ്, immediately available to any other BC host. Okay, അപ്പം ഇവിടെ ആ ഒരു ഇതാണ് വന്നിട്ടുള്ളത്. Like full volume mirroring, this technology can provide full copies of the source data on the target, and unlike full volume mirroring, the target is made immediately available at the activation of the replication session. Okay, so ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് no one need to wait for data synchronization or to detach or for the detachment of target from the source. Okay, അപ്പം നേരത്തെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണത്, ഫുൾ വോളിയം മിററിങ്ങിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണത്. ഓക്കെ, വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഇവിടെ അത് ഓവർകം ചെയ്തു. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ ബിറ്റ് മാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ബിറ്റ് മാപ്പ് ഇൻഡെക്സ് ഉണ്ട്. പോയിന്റേഴ്സ് ആർ ഇനീഷ്യലൈസ്ഡ് ടു മാപ്പ് the empty data blocks on the target to the corresponding original data on the source. Okay, ഈ ഡയഗ്രത്തിൽ പറയുന്നുണ്ട്, ഫസ്റ്റ് വന്നിട്ട് പ്രൊഡക്ഷൻ ഹോസ്റ്റ് ഈസ് റൈറ്റിംഗ് സം ന്യൂ ഡാറ്റ ടു ദ ന്യൂ ഡാറ്റ ടു ദ സോഴ്സ്. ഓക്കെ, സെക്കൻഡ് ആ സോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. ഒറിജിനൽ ഡാറ്റ ഈസ് കോപ്പിഡ് ഫ്രം ദ സോഴ്സ് ടു റിപ്ലിക്ക. അപ്പോഴും ഇപ്പോഴും ഒക്കെ പ്രൊഡക്ഷൻ ഹോസ്റ്റിന് സോഴ്സിനെയും ആക്സസ് ചെയ്യാം, BC ഹോസ്റ്റിന് റിപ്ലിക്കേനെയും ആക്സസ് ചെയ്യാം. ഓക്കെ, തേർഡ് വീണ്ടും പ്രൊഡക്ഷൻ ഹോസ്റ്റ് ന്യൂ ഡാറ്റ ഈസ് അപ്ഡേറ്റഡ് ഓൺ ദി സോഴ്സ്. ഓക്കെ, ഇതൊക്കെയാണോ സെക്കൻഡ് വൺ, പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷൻ? ഓക്കെ, അപ്പോൾ ഫുൾ വോളിയം മിററിംഗും കഴിഞ്ഞു, പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയം റിപ്ലിക്കേഷനും കഴിഞ്ഞു. തേർഡ് വൺ ആണ് പോയിന്റർ ബേസ്ഡ് വെർച്വൽ റിപ്ലിക്കേഷൻ. ഇവിടെയാണ് ഫുൾ വോളിയം മിററിംഗിന്റെ പക്ക ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെ. ടാർഗറ്റ് എപ്പോൾ വേണമെങ്കിലും ആക്സസിബിൾ ആണ്, അതുപോലെ തന്നെ ടാർഗറ്റിൽ ഡാറ്റ അല്ല ഉള്ളത്, പോയിന്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അങ്ങനെ ഡാറ്റ ഇല്ലാത്തതുകൊണ്ടും പോയിന്റേഴ്സ് മാത്രം ഉള്ളതുകൊണ്ടുമാണ് ഇറ്റ് ഈസ് നോൺ ആസ് വെർച്വൽ റിപ്ലിക്ക. ഓക്കെ, അപ്പം അവിടെ പോയിന്റർ ബേസ്ഡ് ഫുൾ വോളിയത്തിന്റെ സിമിലർ ആണ് ഇത്, കാരണം ഇറ്റ് യൂസസ് പ്രൊട്ടക്ഷൻ ബിറ്റ് മാപ്പ് ആൻഡ് target is immediately accessible to any other host, any other BC host. Okay, അപ്പം അതിൽ കാണുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഹോസ്റ്റ് റൈറ്റ് ചെയ്യുന്നു സോഴ്സിലേക്ക്, ആ റൈറ്റ് ചെയ്ത ഡാറ്റ അങ്ങനെ സേവ് ലൊക്കേഷനിലേക്ക് കോപ്പി ചെയ്യുന്നു, ആൻഡ് പോയിന്റർ അസോസിയേറ്റഡ് പോയിന്റർ ഈ സേവ് ലൊക്കേഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ദെൻ തേർഡ് വീണ്ടും പ്രൊഡക്ഷൻ ഹോസ്റ്റ് സോഴ്സിലേക്ക് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ ഈ മൂന്നും? റെസ്പോണ്ട് ചെയ്തേ.
മൂന്നും ഓക്കെയാണോ? അപ്പം റിപ്ലിക്കയിലെ ലോക്കൽ റിപ്ലിക്കേഷൻ ടെക്നോളജി ഓക്കെ ആയി. ഇനി റിമോട്ട് റിപ്ലിക്കേഷൻ ആണ് ഉള്ളത്. ഓക്കെ, റിമോട്ട് റിപ്ലിക്കേഷനിലും ഇതുപോലെ കുറച്ച് സബ് ഡിവിഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് കമ്പാരിസൺ ചെയ്താണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. പെർഫോമൻസ് ഇമ്പാക്ട് ഓൺ സോഴ്സ് ഡ്യൂ ടു റിപ്ലിക്ക. ഫുൾ വോളിയം മിററിംഗ് ആണെങ്കിൽ നോ ഇമ്പാക്ട്. പെർഫോമൻസ് ഇമ്പാക്ട് ഓൺ സോഴ്സ് ഡ്യൂ ടു റിപ്ലിക്ക ആണ്. ഫുൾ വോളിയം മിററിംഗ് എന്ന് പറയുന്ന സമയത്ത് നോ ഇമ്പാക്ട്. പോയിന്റർ ബേസ് എന്ന് പറയുന്ന സമയത്ത് ഫുൾ കോപ്പി മോഡ് ആണെങ്കിൽ നോ ഇമ്പാക്ട്. അതല്ല കോപ്പി ഓൺ ഫസ്റ്റ് ആക്സസ് ആണെങ്കിൽ സം ഇമ്പാക്ട്. പോയിന്റർ ബേസ് വിർച്വൽ റിപ്ലിക്കേഷൻ ഹൈ ഇമ്പാക്ട് ആണ്. ഓക്കെ, സൈസ് ഓഫ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഫുൾ വോളിയം സെയിം ആസ് ദ സോഴ്സ് ആയിരിക്കും. പോയിന്റർ ബേസ് ഫുൾ വോളിയം റിപ്ലിക്കേഷനും സെയിം ആസ് ദ സോഴ്സ് ആയിരിക്കും. പോയിന്റർ ബേസ് റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ടാർഗറ്റിൽ ഡാറ്റ ഇല്ല. സോ സ്മാൾ ഫ്രാക്ഷൻ ഓഫ് ദി സോഴ്സ് മാത്രമേ ഉള്ളൂ. അവൈലബിലിറ്റി ഫോർ സോഴ്സ് റീസ്റ്റോറേഷൻ. Availability of source for restoration not required. Full copy mode ആണെങ്കിൽ not required. അതുപോലെ തന്നെ കോപ്പി ഓൺ ഫസ്റ്റ് ആക്സസ് ആണെങ്കിൽ required. പോയിന്റർ ബേസിന് എപ്പോഴും വേണം, കാരണം ടാർഗറ്റിൽ ഡാറ്റ ഇല്ല. Then accessible to target only after synchronization and detachment from the source. Immediate accessible ആണ് to both pointer based full volume replication and pointer based virtual replication. Okay. Okay, അപ്പോൾ അത് ലോക്കൽ റിപ്ലിക്കേഷൻ ആണ് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി റിമോട്ട് റിപ്ലിക്കേഷൻ അടുത്ത ദിവസം പഠിക്കാം. ഓക്കെ.